ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം നടപ്പാക്കാൻ കേരള സർവകലാശാല. രാജ്ഭവന്റെ നിർദ്ദേശം സർക്കുലറാക്കി കേരള VC കോളേജുകൾക്ക് അയച്ചു. സർവകലാശാലയിലും പരിപാടികൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ പരിപാടി നടത്താനാണ് ആലോചന. സർക്കുലറിനെതിരെ SFI രംഗത്തെത്തി. പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും തടയുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ആ ഭീകരതയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്നിപ്പോൾ കേരളയിലെയും കണ്ണൂരിലെയും VC ക്യാമ്പസുകളിലേക്ക് നിർദ്ദേശം കൊടുത്തു എന്നാണ് കേട്ടത്. ആ പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും ഞങ്ങൾ തടയും. ആ പരിപാടി നടത്താൻ അനുവദിക്കില്ല. ഇനി ഗവർണർ ഇറങ്ങി വന്ന് നടത്താം എന്നാണ് കരുതുന്നതെങ്കിൽ ഏത് ക്യാമ്പസിലും വന്നോളും, ഞങ്ങൾ തടയും. അതാണ് SFI തീരുമാനം. നാളെ സംസ്ഥാനത്തെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ ഞങ്ങൾ കേരളത്തിലെ ഗവർണറുടെയും കോളേജുകളിലേക്ക് സർക്കുലർ അയച്ചിട്ടുള്ള കണ്ണൂർ കേരള VC രണ്ടുപേരുടെയും കോലം നാളെ പ്രതിഷേധാത്മകമായി പ്രതീകാത്മകമായി ഞങ്ങൾ ക്യാമ്പസുകളിൽ കത്തിക്കും. ഇന്നിപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 4:14 ആയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ആകുമ്പോഴേക്കും നമ്മൾ ഭാരതാംബ വിഷയത്തിൽ കണ്ടതുപോലെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് SFI കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പ്രതികരണത്തിൽ നിന്ന്. നാളെ ക്യാമ്പസുകളിൽ SFI ഗവർണറുടെയും കണ്ണൂർ കേരള സർവകലാശാല VC-മാരുടെയും കോലം കത്തിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണറുടെ സർക്കുലറിനെതിരെ DYFIയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗോപാൽ ശീലാസനലും K അഖിലുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം നമുക്ക് കേരള സർവകലാശാലയിലേക്ക് നീങ്ങാം. ഗുഡ് ഈവനിംഗ് ഗോപാൽ ശീലാസനൽ. കേരള സർവകലാശാല പ്രത്യേകിച്ചും സെനറ്റ് ഹാളിൽ ഈ പരിപാടി നടത്തുമെന്ന് പറയുമ്പോൾ 14-ാം തീയതി നമ്മൾ ഭാരതാംബ വിഷയത്തിൽ ജൂൺ 25-ന് കണ്ടതിന്റെ ഒരു തനിയാവർത്തനമായിരിക്കുമോ സർവകലാശാല വളപ്പിൽ? ഏറെക്കുറെ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെ ആകുമെന്നാണ് സുജയ തോന്നുന്നത്. കാരണം കേരള സർവകലാശാലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി തീരുമാനമെടുക്കുന്നത്. ഇന്നലെയാണ് ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീതി ദിനമായി കേരളത്തിലെ സർവകലാശാലകളിൽ ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിവിധ സർവകലാശാല VC-മാർക്ക് കത്തയച്ചത്. അപ്പോൾ തന്നെ അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും ആദ്യ ചലനമുണ്ടായത് കേരള സർവകലാശാലയിലാണ്. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം സർവകലാശാലയ്ക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പസുകളിലും ഇന്ന് ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നും അന്നേ ദിവസം ഈ ക്യാമ്പസുകളിൽ പ്രത്യേക സെമിനാറുകൾ സംഘടിപ്പിക്കണമെന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഇന്ത്യ വിഭജനത്തിൻ്റെ ഉള്ളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ നടക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി, അതായത് രാജ്ഭവനിൽ നിന്ന് എന്ത് നിർദ്ദേശമാണോ VC-മാർക്ക് കിട്ടിയത് അതേ നിർദ്ദേശം അതേപടി സർവകലാശാലയുടെ ലെറ്റർ പാഡിൽ അച്ചടിച്ച് ഇപ്പോൾ ഇത്തരത്തിൽ സർക്കുലറായി വിവിധ വിവിധ കോളേജുകൾക്ക് കൈമാറി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായി കണ്ണൂരിലും ഇതേ രീതിയിൽ തന്നെ വിവിധ കോളേജുകൾക്ക് സമാനമായ നിർദ്ദേശം കണ്ണൂരിലെ VC KK സാജു നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധം കൂടി നമുക്കൊന്ന് നോക്കാം. ഗോപാൽ K അഖിലാണ് നമുക്കൊപ്പം ഉള്ളത്. K അഖിൽ, SFI രണ്ടും കൽപ്പിച്ചാണ് ഈ തീരുമാനത്തിനൊപ്പം നിൽക്കില്ല എന്നുള്ളത്. അവർ വളരെ ശക്തമായി സമരപാതയിലാണ്. നമ്മൾ ഭാരതാംബ വിഷയത്തിൽ ആ ചിത്ര വിവാദത്തിൽ കണ്ടതുമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ SFI മുന്നോട്ട് വയ്ക്കുന്നത് ശക്തമായ പ്രതിഷേധത്തിനുള്ള ആഹ്വാനമാണ്. എങ്ങനെയായിരിക്കും പ്രതിഷേധം നാളെ? സുജയ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് SFI കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 14-ാം തീയതി ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഈ പരിപാടി നടത്താൻ ഗവർണറും അതുപോലെ തന്നെ VC-മാരും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ്. അത് പരിപാടി നടത്തിക്കില്ല എന്നാണ് SFI ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി നാളെ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഗവർണറുടെയും അതോടൊപ്പം തന്നെ ഇതിന് നിർദ്ദേശം നൽകിയിട്ടുള്ള കണ്ണൂർ കേരള സർവകലാശാല VC-മാരുടെയും കോലം കത്തിക്കാനുള്ള ആഹ്വാനം കൂടി SFI ചെയ്തിട്ടുണ്ട് എന്നുള്ള നാളെ എല്ലാ ക്യാമ്പസുകളും ഇത് സംബന്ധിച്ചുള്ളൊരു പ്രതീകാത്മക പ്രതിഷേധം നാളെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 14-ാം തീയതി ഇത്തരത്തിൽ എല്ലാ ക്യാമ്പസുകളിലെയും പരിപാടികൾ തടയും എന്നൊരു ആഹ്വാനം കൂടി SFI നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ഈ കലാലയങ്ങൾ അശാന്തമാവുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നൽകുന്നതാണ്. ഈ 14-ാം തീയതി നടക്കുന്ന വിഭജന ഭീതി ദിനം എന്ന് പറയുന്നത് അത് ഈ RSSന്റെ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് SFI ആരോപിക്കുന്നത്. 2021-ൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച കാര്യം ഗവർണർ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ SFI ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ RSS, അതായത് ഇവർ വിഭജനത്തെ ആഗ്രഹിക്കുകയും വിഭജനത്തെ ആഘോഷിക്കുകയും ചെയ്ത ആളുകൾ അവരാണ് ഇത്തരത്തിൽ വീണ്ടും ഈ വിഭജന ഭീതി ദിനം എന്ന നിലയ്ക്ക് ഇത് ആഘോഷിക്കുന്നത്. ആഗസ്റ്റ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പകിട്ട് കുറയ്ക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതിനെ ശക്തമായി തന്നെ ചെറുക്കും എന്ന ആഹ്വാനം കൂടി നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് VC-മാർ കോളേജുകൾക്ക് അല്ലെങ്കിൽ ക്യാമ്പസുകൾക്ക് ഇതിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇത്തരത്തിൽ SFI അത് തടുക്കുമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഇനി എന്തായിരിക്കും 14-ാം തീയതി എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്നു കാണേണ്ടത്. സുജയ, തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. 14-ാം തീയതിയിലേക്ക് എന്തൊക്കെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കാത്തുവച്ചിരിക്കുന്നത്, എവിടെയൊക്കെ ഈ പരിപാടി നടക്കും, ഏതൊക്കെ സർവകലാശാലകൾ നടത്തും,
ചാൻസലറായ ഗവർണറുടെ സർക്കുലർ അംഗീകരിക്കുമോ, സർക്കാർ ശക്തമായി ഇനിയും രംഗത്ത് വരുമോ, അതൊക്കെയാണ് ഇനി അറിയേണ്ടത്.